സാറിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നായികയുടെ ചേട്ടനാണ്. അതായത് ഈ പൗത്ര സിനിമയിലൊക്കെ ലാലേട്ടൻ ചെയ്തുള്ള ചേട്ടച്ചൻ, അതിനെയൊക്കെ വെല്ലുന്ന കഥാപാത്രമാണ് ചേട്ടച്ചൻ. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്ന കാലത്ത് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാലം കഴിഞ്ഞ് അഭിനയിക്കുമ്പോൾ നാട്ടുകാര് മോശം എന്ന് പറയാനിടവേ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന നല്ല വേഷമാണ്. അതായത് ദിണ്ടിക്കൽ രമേശ് എന്ന് പറഞ്ഞാൽ ഇന്ന് അല്പം നിലയും വിലയുണ്ട്. പണ്ടത്തെ രമേശനല്ല, ദിണ്ടിക്കൽ രമേശ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ട്. അതിനനുസരിച്ചുള്ള ഒരു സംഭവമായിരിക്കും. കഥാപാത്രത്തിന്റെ ജോലി എന്ന് പറയുന്നത് ബലൂൺ കച്ചവടം. നല്ല കളർഫുൾ ആയിരിക്കും ബലൂണിന്റെ ഇടയിൽ കൂടെ. ഞാൻ കുഞ്ഞുനാളിൽ ഈ ബലൂൺ കച്ചവടമൊക്കെ കുറെ ചെയ്തിട്ടുള്ള. ഇനിയിപ്പോ സിനിമയിൽ വരുമ്പോഴേ എനിക്ക് ബലൂൺ കച്ചവടം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കില്ലേ? ഇല്ല, ഇത് പക്ഷെ നല്ല സ്റ്റേറ്റസ് നോക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ബലൂൺ കച്ചവടം എന്നുള്ളതിന് പകരം നമ്മൾ കുറച്ചുകൂടെ ഒരു ഡീസന്റ് വളക്കച്ചവടം, പക്ഷെ അത് നല്ല സ്കോപ്പ് ഉണ്ട്. അതിനകത്ത് കാമുകിയൊക്കെ വരാൻ നേരം ഒരു കൊച്ചു തുണിക്കട അതില് കുറഞ്ഞ വേണ്ട, ഇല്ലെങ്കിൽ തുണിക്കട. ഇപ്പൊ ബലൂൺ കച്ചവടം എന്നുള്ളത് പിന്നെ പെങ്ങളുടെ അടുത്ത് പറയുമ്പോ ബലൂൺ കച്ചവടം നടത്തിയാണ് മോളെ ഞാൻ നിന്നെ പഠിപ്പിക്കുന്നതിന് കച്ചവടം നടത്തി. രാത്രി കാലങ്ങളിൽ ഉത്സവ പറമ്പുകളിൽ തുണി കച്ചവടം നടത്തുന്ന പറമ്പിൽ കൊണ്ടുപോകാതെ ആശാനെ ഇതെന്ത് നിങ്ങളിത് ഒരുമാതിരി ചീപ്പാക്കാണ് ഈ ദിണ്ടിക്കൽ രമേശൻ. അതല്ല, അതൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് സാറ് ഇങ്ങനെ ഉത്സവം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരു അംബാസഡർ കാർ ചീറിപ്പറിഞ്ഞ് വരുന്നു, അതിനകത്ത് ഒരു പെട്ടി പണം വീഴണം. ആ പണമാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. അത് വേണ്ട സാറേ, ചുളിവിന് ഉള്ള കാശ് കിട്ടുന്ന ആ സംഭവം വേണ്ട, അധ്വാനിച്ച് കാശ് കിട്ടുന്ന രീതിയിൽ മതി. അപ്പൊ ആൾക്കാർ എന്നെ പരിഹസിക്കും, ദിണ്ടിക്കൽ രമേശനായത് ഇതേപോലെ ഏതോ പെട്ടി കാശ് കിട്ടിയിട്ടാണെന്ന് ആൾക്കാർ എന്നെ പരിഹസിക്കാനുള്ള വേലയല്ലോ. അതൊരു കാര്യം ചെയ്യാം, നമുക്കിപ്പോ ഉത്സവപ്പറമ്പുകളുടെ ഫുട്പാത്തില് തുണിക്കച്ചവടം. നമ്മൾ പറയുന്നത് കേക്ക്, നമ്മളെ കഥാപാത്രം തന്നെ ഭയങ്കര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളാണ്. ചെറിയൊരു തുണിക്കട ഞാൻ ഒരു കാര്യം ചെയ്തു, അങ്ങനെയാണെങ്കിൽ ചെയ്തു. സാമാന്യ ഒരു വലിയ എന്താ പറയാ ഒരു മാർജിൻ ഫ്രീ അത് ഞാൻ നടത്തുന്നു. സാമ്പത്തികമായിട്ട് പ്രശ്നം വന്നാൽ പോരെ, ലോൺ എടുത്തു തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. പഴയ തുണിക്കട തന്നെയാണ് നല്ലത്. വേറൊരു സംഭവം, യാതൊരു തരത്തിലും കോംപ്രമൈസ് ഇല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പിയറൻസ് മൊത്തം ചേഞ്ച് ചെയ്യും. കറുപ്പടിക്കുന്നത് പ്രകാശ് ബാബു കറുപ്പനാണോ? കഥാപാത്രം കറുപ്പായോണ്ട് നിങ്ങളുടെ കഥ എന്ന് പറയുന്നത് പെങ്ങളും അളിയനും തമ്മിലുള്ള ബന്ധമല്ലേ? അതിൽ ഈ പിന്നെ ഇയാള് കറുപ്പായോണ്ട് എന്താ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു ഇദ്ദേഹത്തിന്റെ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ വെളുകൊള്ളാന്നിരിക്കുന്നു. അപ്പൊ പുള്ളിക്ക് അതിനൊരു ആദ്യമുണ്ട്. അത് പറ്റില്ല. എന്താ എന്റെ കുട്ടിക്ക് എന്റെ നിറമായിരിക്കണം. ആൾക്കാരത് ദിണ്ടിക്കൽ രമേശന്റെ ഇമേജ് പോവില്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജീവിതത്തിൽ ബന്ധമുള്ള കാര്യങ്ങളാണല്ലോ സിനിമയിൽ വരുന്നത്. ചെറുതായിട്ട് എവിടെയെങ്കിലും നമ്മൾ വായിച്ചിട്ടുള്ളതോ അനുഭവത്തിലായിട്ടുള്ള കഥകളല്ലേ ആൾക്കാർ കണ്ടിട്ടുള്ളത്. ദിണ്ടിക്കൽ രമേശന്റെ കുട്ടി അവന്റേതല്ല. എന്റെ ഇമേജ് പോയോ? എന്റെ ഇമേജ് പോയോ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ചെറിയ ടോക്കുണ്ട്. നമ്മൾ ഉദ്ദേശിക്കണം എന്ന് പറഞ്ഞാല് ഈ ചെറുക്കന്റെ വെളുപ്പാണ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ വെളുപ്പാണ് നമുക്ക് ഏകദേശം ബുദ്ധിമുട്ടായിട്ട് വരുന്നത് റിയൽ ജീവിതം എല്ലാവരും. അപ്പൊ ഞാൻ പറയാം, എന്റെ കുഞ്ഞ് എന്റെ കളറ് തന്നെ, എന്റെ ഭാര്യ എന്നെ തെറ്റിദ്ധരിച്ചോട്ടെ, ഞാനപ്പോ അവളെ തെറ്റിദ്ധരിക്കുന്നില്ല. അത് വേണ്ട, ഭാര്യ ഞാൻ അവളെ തെറ്റിദ്ധരിക്കും. അവൾ എന്നെ തെറ്റിദ്ധരിക്കണം, ഞാൻ അവളെ തെറ്റിദ്ധരിക്കില്ല. ലാസ്റ്റ് പറയുന്നുണ്ട്, പണ്ട് വെള്ളക്കാരെ കൊണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക് സമാധാനം ഇല്ലാത്ത, ഇപ്പൊ എനിക്ക് വെള്ളക്കാരനെ കൊണ്ടാണ് എനിക്ക് സമാധാനം. അതെ, അവർക്ക് തെറ്റിദ്ധാരണ ഇതെന്താണ് എന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ എന്നുള്ള രീതിയിൽ. കാരണം വെച്ചാൽ ഈ ഇപ്പൊ ഞാൻ എന്റെ ഇമേജ് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ സാറ് പറയുന്നത് സാറിനെ പോലെ ഇരിക്കണം എന്നാണോ? എന്നെ പോലെ ഇരിക്കണം മാത്രമല്ല, ഭാര്യ എന്നെ ഏതെങ്കിലും രീതിയിൽ തെറ്റിദ്ധരിച്ചോട്ടെ. പക്ഷെ അത് സിനിമ. അതെ രമേശ്, നിങ്ങൾ വേറെ ഇങ്ങനെ ചിന്തിച്ചു നോക്കി ഈ കാര്യം. അതായത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾ അറിയുന്ന ആൾക്കാർ മൊത്തം പറയാം, ഇത്ര വെളുത്ത ദിണ്ടിക്കൽ രമേശൻ ഇങ്ങനെ കറുത്തിട്ടൊരു വേഷം ചെയ്തു. ഓ ഭയങ്കരമാണ് കേട്ടോ. മാത്രമല്ല വില്ലൻ ചെയ്യുന്നവരാണ്, സ്ക്രീനിൽ വില്ലൻ ചെയ്യുന്നവരാണ് റിയൽ ലൈഫിൽ. പിന്നെ മാത്രം കറുപ്പടിച്ചാൽ അല്ല, ഈ പറഞ്ഞാല് പിന്നെ സീരിയലിലൊക്കെ കറുത്ത ഒരു പെണ്ണിന്റെ ഒക്കെ ഹിറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് സിറകൊടി ചങ്ങനാകുളം ഇപ്പൊ ഇറങ്ങിയ സിനിമ ജയസൂര്യ കുഞ്ചാക്കോവൻ കറുപ്പടിച്ചാണ്. മാറ്റങ്ങൾ വേണ്ടേ കറുപ്പടിക്കട്ടെ. പിന്നെ വേറെ രംഗമുണ്ട്, ഫൈറ്റ് ഒക്കെ ചെയ്യുമല്ലോ. ചന്തയെ കിടന്ന് പട്ടിയെ തല്ലുന്നാണ് വീട്ടിൽ തല്ല്. ശരി, ഇതങ്ങ് പിടിച്ചോ, ഞാൻ പോവാ. എന്താ സംഭവം? മാറിപ്പറക്കിട്ട് അടി പിടിക്കുന്ന സീനുണ്ട്. ഞാൻ അടി കൊള്ളാനാ? ദിണ്ടിക്കൽ രമേശ് അടി കൊള്ളാനാ? കഥാപാത്രം വേണ്ട. പിന്നെ പ്രകാശ് ബാബു
അദ്ദേഹം അടികൊണ്ട് നൂരും. അത് ഞാൻ ചോദിക്കട്ടെ, എന്താ സിറ്റുവേഷൻ? കാരണം എന്തിനാ അടികൊള്ളുന്നത് അതെനിക്കറിയണത്. പറഞ്ഞുതരാം. അവിടുത്തെ ഏറ്റവും മികച്ചൊരു വില്ലനുണ്ട്. വില്ലൻ അദ്ദേഹം പൊതുസമൂഹത്തിലിട്ട് ഒരാളെ കുത്തിക്കൊല്ലുകയാണ്. കുത്തിക്കൊല്ലുന്നത് സാക്ഷി പറയണത് പോലീസ് മൊഴിയെടുക്കുമ്പോൾ നിരുത്തപരമായിട്ട് മൊഴി പറയുന്നു. ഞാൻ മൊഴി പറയും. അത് എനിക്ക് ഭയങ്കര ഡഗ്ലസ് ബാബു വില്ലന്റെ പേര്. പരോളിന് വന്നു. ഡഗ്ലസ് ബാബു കുത്തിക്കൊല്ലുന്നത് ഞാൻ കണ്ടു. പ്രകാശ് ബാബു കണ്ടു എന്ന് ഞാൻ പറയണം. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പരോളിന് വരുമ്പോ ചന്തയിലിട്ട് വെച്ചിട്ട് യാദൃശ്യമായിട്ട് കാണുന്നത് അവിടെ പട്ടി അടിക്കുന്ന പോലെ എടുത്ത് നിലത്തടിക്കുകയാണ്. അല്ല, കരോൾ വരുന്ന സീൻ ഇതിനകത്തല്ലോ. പരോളല്ല, അല്ല, ഇത് പറ്റില്ല, എന്നെ അടിക്കാൻ പറ്റില്ല. ഡഗ്ലാസ് ബാബുവിനെ ഞാൻ അടിച്ചോളാം. മൊഴി കൊടുത്ത ആര്? ഞാൻ വില്ലനാര്? ഡഗ്ലാസ് ബാബു. ഡഗ്ലാസ് ബാബു ചന്ത വരുമ്പോ ഞാൻ പട്ടിയെ തല്ലുന്നുള്ള ഞാൻ തല്ലിക്കോളാം. അതെ, ആയിക്കോട്ടെ. പക്ഷേ ഭയങ്കര ഒരു ട്വിസ്റ്റാണ് കഥ. അതായത് ഡഗ്ലസ് ബാബു നിങ്ങളെ ഈ പ്രകാശ് ബാബുവിനെ ചന്തയിലിട്ട് അടിക്കുന്ന സീൻ കാണുമ്പം ഡഗ്ലസ് ബാബുവിനെ സഹോദരി മീൻ മേടിക്കാൻ വേണ്ടി ചന്തയിലിട്ട് വരികയാണ്. അപ്പോഴാണ് കാണുന്നത് നല്ല സുന്ദരനെ ഒരു ചെറുപ്പക്കാരനായിട്ട് പട്ടിയെ പോലെ തല്ലുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു പ്രേമം എടുക്കുന്നുണ്ട്. അവിടെ 2 സോങ്സും ഉണ്ട്. വേണ്ടാക്കിയത് കട്ട് ചെയ്താൽ കുഴപ്പമില്ല. അല്ല, അത് കട്ട് ചെയ്തോ കുഴപ്പമില്ല. സോങ്സ് ഒക്കെ ഉണ്ട് പ്രേമത്തിന്റെ. വിവാഹിതനാണെങ്കിൽ വേറൊരു ഹീറോയിൻ ഉണ്ട്. അടികൊണ്ട് 100 ഇവിടെ കിടന്നു. പെണ്ണ് ഈശ്വര കുറച്ച് അടി കൊള്ളാം. പക്ഷേ അടി കൊണ്ട 2 പാട്ട്. ഈ രണ്ടാമത്തെ പ്രേമത്തിന് പിന്നെ എങ്ങനെയാണ്? രണ്ടാമത്തെ പ്രേമം എങ്ങനെയാണ്? അപ്പൊ രണ്ടാമത്തെ പ്രേമം വേണ്ട, അല്ലെങ്കിൽ തന്നെ വീട്ടില് പ്രശ്നം. സിനിമയാണെങ്കിൽ ശരി, അത് വേണ്ട. രണ്ടാമത്തെ പ്രേമം വേണ്ട. പ്രകാശ് ബാബു അടികൊല്ലുന്നതും വേണ്ട. അല്ല, വേറെ വിറ്റുണ്ട്. അതായത് പ്രകാശ് ബാബു അടികൊണ്ട് പെൺകുട്ടി പ്രേമിക്കുന്നു. പ്രകാശ് ബാബുവിന് പ്രേമമില്ല. ഈ സോങ്സ് മൊത്തം എന്റെ പെൺകുട്ടിയുടെ അതും അവർക്ക് സംശയമാവും. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, മില്ലില് മല്യ പഠിക്കണ ഒരു പെണ്ണിനെ എനിക്ക് അവളോട് സ്നേഹമാണെന്ന് എന്റെ ഭാര്യക്ക് തെറ്റിദ്ധാരണ. വല്ല കാര്യമുണ്ടോ? ഒരു ദിവസം ഞാൻ 8:30 നേരത്തെ 9 മണിക്കാണ് ഞാൻ സാധാരണ മില്ലിൽ വരുന്നത്. ഒരു ദിവസം ഞാനും 8:30 വന്നു, മീനാക്ഷി 8:30 മണിക്ക് വന്നു, എൻ്റെ ഭാര്യ 8:45 വന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന പോലെ ചന്തയിലിട്ട് പട്ടിക്കിട്ട് തല്ലുന്നില്ലേ, അതേപോലെ ഇട്ട് തല്ലിക്കളഞ്ഞ ഞങ്ങള്. അപ്പൊ റിഹേഴ്സൽ നോക്കാം. ശരി.